നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഹിജാബ് വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിജാബ് വിവാദം ഒരു നിലയ്ക്ക് നമ്മൾ ആലോചിച്ചാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തിന് മേലുള്ള ലംഘനമാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം. ഇനി മറ്റൊരു നിലയ്ക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിവാദം മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദമാണെന്നും നമുക്ക് മനസ്സിലാവും. ഇനി മൗലികാവകാശം എന്ന് പറയുമ്പം ഞാനിപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രം അതെൻ്റെ മതത്തിൻ്റെ വസ്ത്രമാവാം, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വസ്ത്രമാവാം. അതുപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു യൂണിഫോം വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് അതല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഞാൻ അതുപയോഗിച്ചുകൊണ്ട് പോകൂ എന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, അസഹിഷ്ണുതയാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ എറണാകുളത്തെ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അവർ യൂണിഫോമിനോടൊപ്പം മുടി 2 വശത്തേക്ക് പിന്നിയിടലാണ്. അവരുടെ പെൺകുട്ടികൾ മുടി 2 ഭാഗത്തേക്ക് പിന്നിയിടണം. അതാണ് അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത്. രൂപഭംഗി, അതാണ് ഇതിൻ്റെ ഭംഗി. 2 ഭാഗത്തേക്കും മുടി പിന്നിയിട്ടിട്ടുള്ള പെൺകുട്ടികളും ഒരേ യൂണിഫോം ധരിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും, അതാണ് അവിടുത്തെ ഡ്രസ് കോഡ്. അതൊരു ഡിസിപ്ലിനാണ്. അപ്പോൾ അത് നേരത്തെ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്കൂളിൽ ഇവർ പഠിക്കാൻ വന്നതും പഠിപ്പിക്കാൻ വിട്ടതും ഒക്കെ. അപ്പം ഇത്തരം ഡിസിപ്ലിനുള്ള സ്ഥലങ്ങളിലെ അച്ചടക്കത്തെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിന് പുറകിലുണ്ട്. 1. 2, വിശ്വാസികളായിട്ടുള്ള ആളുകളെ തങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പുറകിലുണ്ട്. 2. മൂന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങളെ പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക എന്നുള്ള വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു തന്ത്രവും ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. നമ്മൾ പബ്ലിക് സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ, പബ്ലിക് സ്കൂളിൽ പിന്നെ നമുക്ക് എല്ലാം പാലിക്കപ്പെടാം. എല്ലാം ഒരു കുട്ടി ഇപ്പം തല മറച്ചുകൊണ്ട് അല്ലെങ്കിൽ മുടി മറച്ചു തട്ടമിട്ടെന്നൊന്നും വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതിൻ്റെ പുറകിലുള്ള അജണ്ട നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അത് പറയാതെ വയ്യ. അതിതാണ്, അതായത് നമ്മുടെ കുട്ടികൾ അവർ പിന്നെ മെച്യൂർഡായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രായമായി വരുന്ന 10, 13, 14, 15 വയസ്സൊക്കെ ആയി വരുന്ന കുട്ടികൾ അവർ ഈ തലയിൽ തട്ടൊന്നും ഇടാതെ സ്കൂളിലൊക്കെ പോവാന്ന് പറയുമ്പം അത് ശരിയാണോ എന്ന് ചിന്തിക്കുകയും അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്വന്തം സമുദായത്തിൽപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെയും വിടുന്ന രക്ഷിതാക്കളെയും അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളെയും സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ നിർബന്ധപൂർവം നിർത്തുക എന്നുള്ള ഒരു തരം കുടിലമായിട്ടുള്ള തന്ത്രം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അതാണ് ഇതിൻ്റെ പുറകിലുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി. സ്വാതന്ത്ര്യത്തോടു കൂടി പിന്നെ സ്കൂളിൽ പോകാൻ അനുവദിക്കുന്ന രക്ഷിതാക്കൾ തലയിൽ പിന്നെ തട്ടമിടാതെ മുടി 2 വയസ്സത്തേക്ക് പിന്നി സ്കൂളിലേക്ക് പോകുന്ന മുസ്ലിം കുട്ടികൾ ആ സ്കൂളിൽ പോയി പഠിക്കുന്നതിൽ വിരളി പൂണ്ട ഒരു കൂട്ടം വർഗീയ തീവ്രവാദ പിന്നെ സ്വഭാവമുള്ള പുരോഹിതന്മാരുടെയും സംഘടനയുടെ പിന്നെ വക്താക്കളുടെയും ഒക്കെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദമാണത്. അവിടെ വേറെയും 100-ന് മുകളിൽ മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്.
അവരൊക്കെ ഇങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു കുട്ടിയുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റു കുട്ടികളെയും കൂടി ഈ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും പറ്റും, അല്ലെങ്കിൽ അവരെ ആ സ്കൂളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കുടിലമായ ബുദ്ധി കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ശരിക്കും ഈ വിഷയം പരിഹരിക്കപ്പെട്ട ഈ വിഷയത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇന്ന് ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ട, വളരെയധികം ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലുള്ള പരിപാടികളെ മുഖ്യധാരയിൽ നിന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്നും മാറ്റാൻ വേണ്ടി വളരെ ബുദ്ധിപരമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു പരിപാടി ഈ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നു ഭരണകർത്താക്കൾ. അത് മറ്റൊരു തന്ത്രം. അപ്പോൾ നമ്മൾ ഈ ചതിയിലിങ്ങനെ പെട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ് കേരള സമൂഹം. ഇവിടെ മതവും ജാതിയും രാഷ്ട്രീയവും മാത്രം പറഞ്ഞ് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്ന ഈ മത തീവ്ര ആൾമാരെ ശരിക്കും കൈകാര്യം ചെയ്ത് വിടേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടുത്തെ കോൺഗ്രസിന് അത് പറ്റില്ല, ഇവിടുത്തെ ഇടതുപക്ഷത്തിനും അതിന് പറ്റില്ല, കേരളത്തിലെ ഒരു ഭരണ വിഭാഗത്തിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അതിന് പറ്റില്ല. കാരണം ഇവരൊക്കെ ഈ തീവ്ര മതവിശ്വാസികളുടെയും മതസംഘടനകളുടെയും ഒക്കെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. നമുക്ക് വളരെ കൃത്യമായി ആത്മാർത്ഥമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കുട്ടികളെ തീവ്രമായ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത്തരം സ്ഥലങ്ങളിൽ ചേർക്കുക. ഒരു കൃത്യമായിട്ടുള്ള അച്ചടക്കവും ഡിസിപ്ലിനും വേഷവിധാനവും വസ്ത്രധാരണ രീതിയും ഹെയർ സ്റ്റൈലും ഒക്കെ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളിലേക്ക് തന്ത്രപരമായിട്ട് കുട്ടികളെ വിടുകയും ഇത്തരം വിഷയങ്ങളുണ്ടാക്കി ആ സ്കൂളിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയും അവിടെയൊക്കെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്ന ഇവന്മാരെ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു പരിപാടി സ്കൂൾ മാനേജ്മെൻറ്റ് ഇനിയുള്ള കാലഘട്ടത്തിൽ ചെയ്താൽ മതി. പക്ഷെ പബ്ലിക് സ്കൂളുകളിൽ അത് നടക്കാത്ത കാര്യമാണ്. പബ്ലിക് സ്കൂൾ ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച 1ാം ക്ലാസ് മുതൽ ഞാൻ പഠിച്ച സ്കൂള് 10ാം ക്ലാസ് വരെയൊക്കെ ഉള്ള സ്കൂളുകളിൽ മുഴുവൻ ഈ തട്ടം ധരിച്ച ശിരോവസ്ത്രം ധരിച്ച കുട്ടികൾ. അന്നൊന്നും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളൊന്നും ഇപ്പോഴും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വെള്ളം തീർന്നൊന്നും നോക്കാൻ വന്ന, വെള്ളം തീർന്നെങ്കിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവം ജീവിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇത്തരം കുടില ചിന്താഗതികളുള്ള ആളുകളാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ മാസത്തിൽ 2 മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായിക്കൊണ്ട് വരും. അതായത് ഇസ്ലാം സമൂഹം ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിലോ മറ്റ് ജനങ്ങൾ ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിലോ ജീവിക്കാനുള്ള പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാത്തവരാണ് ഇസ്ലാം സമൂഹമെന്ന് നിരന്തരം തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം നീല കളറുള്ള വസ്ത്രം ധരിക്കുന്ന സ്ഥലത്ത് പച്ച കളറുള്ള വസ്ത്രം ധരിച്ചിട്ട് എൻ്റെ വിശ്വാസം പച്ച കളർ വസ്ത്രമാണ്, ഞാൻ ആ പച്ച ഇട്ടേ വരുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് മതതരത്തുള്ളത്? വസ്ത്രം ധരിക്കാതെ നടക്കുന്ന മതവിശ്വാസികൾ ഈ ലോകത്തുണ്ട്. ഇപ്പോൾ നേപ്പാളിൽ ഒരു പറയുന്നില്ല, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്നത് അല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്, സ്വന്തം വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒന്നും കളയണ്ട. അതാത് സ്ഥലങ്ങളിൽ നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെയ്യുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറി ആ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വന്തം പരാജയം തന്നെയാണ് അവിടെ സംഭവിക്കുക. ഇപ്പോൾ മന്ത്രിമാരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യം കൂടി നോക്കിയിട്ടാണ് ഇത് പറയുക. ഒരു കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പോലീസിൻ്റെ വേഷം ധരിച്ച പോലെ തന്നെ ധരിച്ചൊരു വസ്ത്രമാണ് ആ വസ്ത്രം. പള്ളിയിലച്ഛൻ, കന്യാസ്ത്രീ, ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. ഇതല്ല, ഒരു കുട്ടി നിശ്ചിത കാലം പഠിക്കുന്ന സമയത്ത് സ്വീകരിക്കുന്ന ചില എന്താ പറയുക അച്ചടക്കം മാത്രമാണ് മറ്റത്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
അപ്പോൾ ഇടതുപക്ഷം ശരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ അകറ്റുകയും ഇസ്ലാമിക വിഭാഗങ്ങളെ, തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങളെയും കൂടി കൂട്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുകയും നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ള പോലുള്ള കാര്യങ്ങളെ മറക്കുകയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വലിയ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. എല്ലാ സ്ഥലത്തും അഴിമതിയും കൈക്കൂലിയും മാത്രമാണ്. എവിടെ നോക്കിയാലും തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ എൻ്റെ കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വരികയാണെങ്കിൽ ഓരോ 10 കിലോമീറ്ററിനുള്ളിലും നടക്കുന്ന ഒരു തട്ടിപ്പ് ഞാൻ കാണിച്ചുതരാം. നടപടി എടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ പോരെ, ഞാൻ റെഡിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് ഞാൻ 1000 തട്ടിപ്പുകൾ കാണിച്ചുതരാം. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിനൊരു മര്യാദ വേണം, ഒരു പരിധി വേണം. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനൊക്കെയുള്ള ശിക്ഷ ജനം കൊടുക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ.